ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ ആണെങ്കിൽ നമ്മുടെ വേദ ചായയൊക്കെ ആയിട്ട് പോയി വിക്രമിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വിക്രം എഴുന്നേറ്റ് വരാന്തയിൽ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ മുറ്റത്ത് ഓരോ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുണിയൊക്കെ അലക്കി വിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ രാധയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, രാധയുടെ ഫ്രണ്ട് ജീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട്, വിക്രം എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് ജീന വിളിക്കുമ്പോഴേക്കും വിക്രം അവിടേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താവും സംസാരിക്കുന്ന, എന്തായാലും ആ രാധയെക്കുറിച്ച് പറയാനാവും എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ സംസാരിക്കുന്ന നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ജീനയാണെങ്കിൽ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രമേട്ട കുറേ ദിവസമായി രാധ ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്കൊന്നും വരാറില്ല. എന്താ രാധയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല, അവൾ ആകെ വിഷമത്തിലാണ്. CC ഒക്കെ മുടങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി CC അടയ്ക്കാതെ അവൾക്ക് ഓട്ടവും ഓടാൻ പറ്റില്ലെന്നാ എല്ലാവരും പറയുന്നത്. പിന്നെ അവളുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ അറിയാവുന്നതല്ലേ. അവളുടെ അച്ഛൻ എന്നും കുടിച്ചിട്ട് വന്നിട്ട് ഇപ്പോഴും വീട്ടിൽ അലമ്പ് തന്നെയാണ്. ആകെ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിത് വിക്രമേട്ടനോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? അതൊന്നും പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജീന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം വിക്രമി ഇത് കേൾക്കുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട്. എന്നാൽ രാധയെ കൂടുതൽ അടുപ്പിക്കാത്തതാണ്. രാധ മറ്റൊരു രീതിയിൽ വിക്രമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നതറിഞ്ഞിട്ട് നമ്മുടെ രാധയുടെ അമ്മ കരഞ്ഞു പറഞ്ഞതാണല്ലോ. അങ്ങനെ വിക്രം സ്വയം ഒഴിഞ്ഞു മാറി നടക്കുകയാണ് കേട്ടോ രാധയിൽ നിന്ന്. അങ്ങനെ ജീന പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അന്ന് വിക്രമിൻ്റെ കയ്യിൽ നിന്ന് വളം മേടിച്ചിട്ട് അമ്മയ്ക്കെന്തോ സുഖമില്ലെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ വന്ന ആ കുട്ടിയല്ലേ അത്? അതെ, ഇപ്പോൾ എന്താ അവൾ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെ, എന്തെങ്കിലും കാശിൻ്റെ ആവശ്യത്തിനാണോ വന്നത് എന്നിങ്ങനെ വേദ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ, 2 ദിവസത്തേക്കിന് നിന്റെ വള ഒന്നും കൂടി എനിക്കൊന്ന് തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് എന്നോട് എന്താ കാര്യം എന്ന് ആദ്യം പറയാലോ. എന്താ ആവശ്യം, ഇത്ര വലിയ ആവശ്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. അതെ, നിന്നെ ബോധിപ്പിക്കാനൊന്നും എനിക്കിപ്പോൾ സമയമില്ല. നിനക്ക് തരാൻ നല്ല മനസ്സുണ്ടെങ്കിൽ തന്നാൽ മതി. പിന്നെ നിന്നോട് കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടിയില്ല. ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അല്ല എന്താ ഇത്ര അത്യാവശ്യമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ എനിക്ക് ഒരാളെ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ തരാം. എന്താണേലും കാര്യം എന്താന്ന് പറയാന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ, രാധയ്ക്ക് വേണ്ടിയാ. രാധയുടെ CC 2 മാസം മുടങ്ങിക്കിടക്കുവാണെന്നാ ഇപ്പോൾ ജീന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രാധയ്ക്ക് ഇപ്പോൾ സ്റ്റാൻഡിലിറങ്ങി ഓടാനും കഴിയുന്നില്ല. എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കാന്ന് ഓർത്തിട്ടാന്നിങ്ങനെ വിക്രം പറയാട്ടോ. വേദ അപ്പോൾ പറയുന്നുണ്ട്, തരാം, 2 ദിവസത്തിനുള്ളിൽ എന്നെ വളയിങ്ങ് തിരിച്ചെടുത്ത് തന്നേക്കണം. പിന്നെ വേറൊന്നും പറയരുത് എന്നിങ്ങനെ വേദ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ, നിന്റെ കൂടുതൽ ഡയലോഗൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. നല്ല മനസ്സുണ്ടെങ്കിൽ നീ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. അങ്ങനെ വന്ന് കാപ്പി പിടിക്കാനായിട്ട് വന്ന് ഇരിക്കുന്ന സമയത്ത് വിക്രമാണെങ്കിൽ വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദിനി ചോദിക്കുന്നുണ്ട്, വിക്രം ഇന്ന് പോയിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് കുപ്പിവെള്ളം വാങ്ങിയിട്ട് വരുമോ? പുതിയൊരു സാരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വിനയേട്ടൻ. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള വള വാങ്ങിക്കൊണ്ട് വരുമോ എന്നിങ്ങനെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ചിരിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താടി ഇത്ര ചിരിക്കാൻ? അതെ, ഞാൻ എൻ്റെ അനിയനോടാണ് പറഞ്ഞത്. വിക്രം എപ്പോഴും എനിക്ക് ഓരോന്നും മേടിച്ചുകൊണ്ട് തരാറുണ്ട്. പിന്നെ നീ ഇത്ര വലിയ ചിരിക്കാനൊന്നുമില്ല. ഇത്രയും നാൾ നിനക്കൊരു പൊട്ടെങ്കിലും വിക്രം വാങ്ങി തന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നന്ദിനി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ്. അതിനുശേഷം വിക്രം ഇങ്ങനെ റൂമിൽ പോയിട്ട് ഇനി എന്താ ചെയ്യുക, പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണമല്ലോ. ശ്രീനി സാറിനോട് ചോദിച്ചാലോ? വേണ്ട, അതിന് ശരിയാവില്ല, എന്തെങ്കിലും വഴി കാണണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാ വളയെന്നും പറഞ്ഞിട്ട് വളയൂരി വിക്രമിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. വാങ്ങിക്കോ, ഇത് ഞാൻ നല്ല മനസ്സോടു കൂടിയാ തന്നെയാ തരുന്നത്. പിന്നെ അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ പറയുന്ന കറക്റ്റ് ദിവസത്തിനൊന്നും ഒരുപക്ഷെ എനിക്ക് എടുത്തു തരാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും സാരമില്ല, ഇപ്പോഴത്തെ ആവശ്യം നടക്കട്ടെ, ഒക്കും പോലെ എനിക്ക് എടുത്തു തന്നാൽ മതി. പിന്നെ ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാമല്ലോ. ആ കുട്ടിയും കൂടെ ഒരു ജോലിക്ക് പോകാണ്ടിരുന്ന എന്താ സംഭവിക്കാന്ന് എനിക്കറിയാം. ഞാൻ നല്ല മനസ്സോടു കൂടി തന്നെയാണ് തരുന്നത്. ഇതെന്തായാലും വാങ്ങിക്കോ വിക്രം എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ചിരിക്കുമ്പോഴേക്കും വേദയിക്കുന്നുണ്ട്, നിങ്ങൾ
നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഒന്ന് ചിരിച്ചുകൊണ്ടിരുന്നാൽ എന്താ, ഇങ്ങനെ ചിരിക്കുന്ന മുഖമാണ് നിങ്ങളെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും വിക്രം വീണ്ടും ഗൗരവത്തിൽ നിന്നിട്ട് ഒന്ന് പൊടിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അപ്പോഴേക്കും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അയ്യോ വിക്രം പോയോ, ഞാൻ അളവ് വള എടുത്തുകൊണ്ട് വന്നതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പോയി, ഇനിയിപ്പോഴേ നാളെ കല്യാണത്തിനൊന്നും പോകണ്ടല്ലോ, അപ്പോൾ പിന്നെ വിനയേട്ടൻ വരുമ്പോഴേ ഈ അളവുകളെ അങ്ങ് കൊടുത്തിട്ടിട്ട് ഇഷ്ടമുള്ള കളർ മേടിപ്പിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടിട്ട് അവിടെ നിന്ന് നന്ദിനി കലിതുള്ളി പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീജ പറയുന്നുണ്ട്, അതെ നന്ദിനി എപ്പോഴും അങ്ങനെയാ, അവൾക്ക് ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ള വളയും കമ്മലും ഒക്കെ എപ്പോഴും മേടിക്കും എന്നും പറയുമ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രീജേച്ചി ഇങ്ങനെ സിമ്പിളായിട്ട് ഒതുങ്ങിക്കൂടുന്നത്, ശ്രീജേച്ചിക്കും ഇഷ്ടമുള്ളതൊക്കെ ഡ്രസ്സിന് അനുസരിച്ച് മാച്ചിങ് ആയിട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നടന്നൂടെ. ശ്രീജേച്ചി കുറച്ചുകൂടെ ബോൾഡ് ആവണം കേട്ടോ, ഇങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. എന്തായാലും നന്ദിനി ചേച്ചിന് അത്രയും വേണ്ട, എന്തായാലും സാധാരണ രീതിയിൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ വേദ കൊടുത്ത വളയെ പണയം വെച്ചിട്ട് കാശുമായിട്ട് ജീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഓട്ടോ സ്റ്റാൻഡിലപ്പോൾ ജീന അവിടെ നിൽപ്പുണ്ട്. ജീനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയി രാധയ്ക്ക് കൊടുത്തിട്ട് CC എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ പറ. ഇത് എവിടുന്ന വിക്രമേട്ടാ ഇത്ര പെട്ടെന്ന് ഈ പൈസ എന്ന് ചോദിക്കുമ്പോൾ, അതെ അതൊന്നും ഇപ്പോൾ താനറിയണ്ട, ഒരു നല്ല മനസ്സുള്ള ആ ആള് തൽക്കാലം തന്ന് സഹായിച്ചു എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാണ് കേട്ടോ. പെട്ടെന്ന് സന്തോഷത്തോടു കൂടി ജീന ആ പൈസയും കൊണ്ട് നമ്മുടെ രാധ ണ്ട്. അതാണെങ്കിൽ രാധയുടെ അമ്മ അപ്പോഴേക്കും ഇറങ്ങി വരുന്നുണ്ട്. വാ മോളെ, എൻ്റെ മോളുടെ ഒരു കോലം കണ്ടില്ലേ, എത്ര ദിവസമായി നേരെ ചൊന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല, ഇത്രയും പൈസയൊക്കെ ആരോട് ചോദിക്കാനാ എന്നൊക്കെ പറഞ്ഞ് രാധയുടെ അമ്മ ഇങ്ങനെ ആവലാതിപ്പെടുമ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ജീനയോ, എന്തുണ്ട് വിശേഷം? അതെ ഞാൻ നിനക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നേക്കുന്നത്, നീ ഇതൊന്ന് പിടിച്ചേ, ഈ പൈസ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് CC അടയ്ക്ക്, എന്നിട്ട് നീ സ്റ്റാൻഡിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ജീന പറയുമ്പോഴേക്കും രാധ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് എവിടുന്നാ നിനക്കിപ്പോൾ ഇത്രയും പൈസ? അതൊന്നും നീ ഇപ്പോൾ തൽക്കാലം അറിയണ്ട, നീ ഇതുകൊണ്ട് CC അടയ്ക്കാൻ നോക്ക്. അല്ല നിനക്കിത് എവിടുന്നാന്ന് പറയാതെ ഞാൻ വരില്ല, ഞാനത് മേടിക്കുകയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ രാവിലെ പോയി വിക്രമേട്ടനെ കണ്ടിരുന്നു, നിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ വിക്രമേട്ടനാ ഈ പൈസ കൊണ്ട് തന്നത് എന്ന് പറയുമ്പോഴേക്കും രാധയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പൈസ മേടിച്ചിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇത് കണ്ടോ, എൻ്റെ വിക്രമേട്ടന് എനിക്കൊരു സങ്കടം വന്നപ്പോൾ വിക്രമേട്ടന് അത് സഹിച്ചില്ല, വിക്രമേട്ടന് എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവാണിതെന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് രാധയോടെ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് രാധയുടെ അമ്മയ്ക്ക് മനസ്സിങ്ങനെ നെഞ്ച് നീറുകയാണ്. എങ്കിലും തൽക്കാലത്തെ ഒരാശ്വാസത്തിന് പൈസ കിട്ടിയല്ലോ എന്നുള്ള ഒരു സമാധാനവും രാധയെ നോക്കിയിട്ട് ജീന പറയുന്നുണ്ട്, അതെ നീ അത്രയ്ക്ക് അങ്ങ് തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല, ഇതേ വിക്രമേട്ടൻ നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ പൈസ കൊണ്ട് തന്നത്. പിന്നെ നിന്റെ ഈ വീട്ടിലെ അവസ്ഥയും അമ്മയുടെ വിഷമവും ഒക്കെ ഓർത്തിട്ടാണ് വിക്രമേട്ടൻ ഇത് എവിടെയോ പോയി സംഘടിപ്പിച്ചുകൊണ്ട് തന്നത്, അല്ലാതെ നീ ആവശ്യമില്ലാത്തതൊന്നും കരുതണ്ടെന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ രാധ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വിക്രമേട്ടനോട് എന്നോട് ഭയങ്കര സ്നേഹമാണ്, അല്ലാതെ നീ പോയി പറഞ്ഞുടനെ ആരെങ്കിലും ഇത്രയും പൈസ ഒപ്പിച്ചു തരുമോ, എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ രാധ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിന്നോടൊന്നും എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, വിക്രമേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് മറ്റൊരു ജീവിതവും തുടങ്ങി, നീ ഇപ്പോഴും വിക്രമേട്ടനെ ആവശ്യമില്ലാതെ നീ ശല്യം ചെയ്യാണ്, ഇത് നിനക്കൊരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ജീന അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ രാധ ചെവിക്കൊള്ളുന്നേ ഇല്ല. പിന്നീടായിട്ട് കാണിക്കുന്ന രാത്രിയിലെ ഇങ്ങനെ കിടന്നിട്ടൊന്നും രാധയ്ക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. നമ്മുടെ വിക്രമിനെയും സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ രാധ തന്നെ ഉറക്കത്തിൽ ചിരിച്ചുകൊണ്ടൊക്കെ കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ രാധയുടെ അമ്മയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവരും ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നീട് അതിൻ്റെ കാണിക്കുന്നത് രാവിലെ തന്നെ രാധ വിക്രമിൻ്റെ വീട്ടിലേക്ക് തുള്ളിച്ചാടി വരുന്നുണ്ട് കേട്ടോ. കമലാമ്മ മുറ്റത്തേക്കുമ്പോൾ എന്തിയമ്മേ വിക്രമേട്ടൻ എന്തിയെന്നിങ്ങനെ ചോദിക്കുകയാണേ. നീ എന്താ രാവിലെ ഇങ്ങോട്ടേക്ക്? അല്ല ഞാൻ വിക്രമേട്ടനെ കണ്ട് ഒരു താങ്ക്സ് പറയാൻ വന്നാന്നിങ്ങനെ പറഞ്ഞിട്ട് രാധ ഓടി അങ്ങ് കയറുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വേദ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ രാവിലെ തുള്ളിച്ചാടി എങ്ങോട്ടാ? അതെ ഞാൻ എൻ്റെ വിക്രമേട്ടനോട് പറഞ്ഞോളാം, നീ ആരത് ചോദിക്കാൻ, നീ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറടി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ നിനക്ക് തോന്നുമ്പോഴൊന്നും എൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റില്ല, നീയേ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പറയാം കാണണോ വേണ്ടയോ എന്ന്. അതെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, വിക്രമേട്ടന് ഞാൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ, എൻ്റെ നെഞ്ചെന്ന് പിടഞ്ഞാലേ വിക്രമേട്ടന് അത് സഹിക്കില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്നവരെ ഒരു പൊട്ടോ ഒരു
കരിവളെങ്കിലും നിനക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? എന്നാ എനിക്കങ്ങനെയല്ല. വിക്രമേട്ടൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അത് നിനക്ക് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ വന്നേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, രാധ അതിര് കടക്കുന്നു, ഇനി കൂടുതൽ നീ സംസാരിക്കാൻ നിൽക്കരുത്. നീ സംസാരിച്ചാൽ നീ എന്ത് ചെയ്യുവടി? എന്റെ വിക്രമേട്ടനെ കുറിച്ച് അധികാരപ്പെടുത്താൻ നീ ആരാ? എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവള്. അല്ലാതെ നിന്നെ ഭാര്യയായിട്ടൊന്നും വിക്രമേട്ടൻ ഇതുവരെ അംഗീകരിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിക്രമേട്ട ഇവളോടൊന്ന് പറഞ്ഞു കൊടുക്ക്, ആരെന്തൊക്കെ പറഞ്ഞാലും വിക്രമേട്ടന് ഞാൻ കഴിഞ്ഞിട്ട് ലോകത്തിൽ ആരും ഉള്ളൂ. എന്റെ വിഷമം സഹിക്കാൻ വിക്രമേട്ടന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ പറയാണ് കേട്ടോ. നിർത്തടി, നീ എന്താ കരുതിയത്? അതെ, നിന്റെ കൂട്ടുകഴിഞ്ഞ ദിവസം രാവിലെ എന്നെ വന്ന് കണ്ടിരുന്നു. ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ നിന്റെ അമ്മയുടെ മുഖമാ എന്റെ മനസ്സിൽ ആദ്യം വന്നത്. അതോർത്തിട്ട് തന്നെയാ ഞാൻ നിനക്ക് പൈസയും കൊണ്ട് തന്നതും. ഇത് കേൾക്കുമ്പോഴേക്കും രാധ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വിക്രം പറയുന്ന കേട്ടിട്ട് രാധയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും പറയുന്നുണ്ട്, അതെ നിനക്ക് ഇന്നലെ പൈസ നിന്റെ അവസ്ഥയൊക്കെ ഞാൻ ഇവളോട് പറഞ്ഞപ്പോഴേ ഇവളാണ് അവളുടെ വയറ ഊരി തന്നുവിട്ട് പണയം വെച്ചിട്ട് നിനക്കൊണ്ട് പൈസ തരാൻ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ അവളുടെ നെഞ്ചത്ത് കയറുന്നോ നീ? മര്യാദയ്ക്ക് ഇപ്പോൾ പൊക്കോണം. നിന്റെ കൂടുതൽ അഹങ്കാരമൊന്നും അവളുടെ മുമ്പിൽ എടുക്കില്ല. ഇവളുടെ ഒരു ദയ കൊണ്ട് മാത്രമാണ് നിനക്ക് ഇന്നലെ CC അടയ്ക്കാൻ പറ്റിയെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതെ, എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവളു തന്നാണെന്ന് പറഞ്ഞത് ഞാൻ മേടിക്കുകയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ഇവളോടൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ട് പോവാൻ നോക്കുന്ന ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് രാധയാണെങ്കിൽ വേദയെ ദേഷ്യപ്പെട്ട് തന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് വിക്രം ഇങ്ങനെ വേദയുടെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അവള് പിന്നെന്തെങ്കിലും പറഞ്ഞു? അതൊന്നും സാരമില്ല, ആ കുട്ടിയുടെ വിവരം അത്രയ്ക്കുള്ളതെന്ന് ഞാൻ കരുതിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ വിക്രമിന് ആകെ വിഷമമാവുന്നുണ്ട്. ആപത്തിൽ സഹായിച്ച ഒരാളല്ലേ എന്തായാലും വേദ, അതും രാധയ്ക്കാണെന്ന് പോലും അറിഞ്ഞിട്ടും അവക്ക് വേണ്ടിയിട്ട് സ്വന്തം കയ്യിലെ വളയൂരി തന്ന നമ്മുടെ വേദയുടെ മനസ്സിലെ നന്മ ഓർത്തിട്ട് വിക്രം ഇങ്ങനെ സ്വയം വേദയോർത്തിട്ട് അഭിമാനം കൊള്ളുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയോട് വിക്രമിന് ഒരുപാട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും എനിക്ക് ഒരിക്കലും അർഹതപ്പെട്ടവളല്ല അവൾ എന്ന് പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്.